നമ്മളിന്നൊരു വെറൈറ്റി പച്ചക്കളർ മീൻ ഫ്രൈ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അയലയുടെ ഫ്രൈയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളായിട്ട് വീഡിയോയിലേക്ക് പോയാലോ. ഹലോ, നമ്മൾ ഇന്നൊരു ഡിഫറെൻറ്റ് ഒരു അയില ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പച്ചക്കളറിൽ പച്ചക്കിളി അയില ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് എടുത്ത് വച്ചേക്കുന്നത്. ഞാൻ 2 അയില എടുത്തിട്ടുണ്ട്. അപ്പോൾ പീസ് ആക്കിയിട്ട് ഞാൻ ആ തല മാറ്റും. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പില എൻ്റെ കയ്യിലില്ല, സോ അപ്പോൾ ഞാനത് ഒഴിവാക്കും. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക. ഇനിയിപ്പോൾ നമ്മളതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടിയാണ് എരിവിന് ചേർക്കുന്നത് കേട്ടോ. ഇത് ഒരു പച്ചമുളക് മതിയായിരിക്കും. നാട്ടിലെ പച്ചമുളക് ഒരു 4 എണ്ണമൊക്കെ വേണമായിരിക്കും കേട്ടോ. 4 പച്ചമുളക് എടുക്കണം. പിന്നെ ഞാൻ പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ പച്ച കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളകിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ഈ അയലയും വൃത്തിയാക്കി പിന്നെ ഈ മസാലയൊക്കെ അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അരയ്ക്കുന്ന ആ ടൈമിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഞാൻ എന്താ വെച്ചാൽ പിന്നെ വോയിസ് ഓവറൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആൾ വന്നു. അപ്പോൾ എനിക്ക് പിന്നെ സംസാരിച്ച് വീഡിയോ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മീനിലേക്ക് അത് മസാല ഇടുമ്പോൾ നന്നായിട്ട് പിടിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിൻ്റെ മിക്സിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലഗ് പോയിന്റ് ഇവിടെ കിടക്കില്ല. കുറേ നടന്നിട്ടാണ് ഒരു പ്ലഗ് പോയിന്റ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ പ്ലഗ് പോയിന്റിൻ്റെ വിശേഷം ഞാൻ പിന്നെ പറയും. അപ്പോൾ ഇവിടുത്തെ സ്വിച്ച് ബോർഡ് എന്ന് പറയുമ്പോൾ ചെറിയ എഴുത്ത് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഞാൻ ആദ്യം അങ്ങനെ കാണിച്ചത്. ഓക്കെ, നമ്മളത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിലെന്താണെന്ന് വെച്ചാൽ കുരുമുളക് പൊടി ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് എനിക്ക് മീൻ വറുക്കുമ്പോൾ എനിക്ക് ഈ ഗരം മസാലയുടെ സ്മെല്ല്, അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലതായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ച അത്രയും ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗരം മസാല, അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എനിക്ക് ഇത്രയും മസാലയുടെ ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. പിന്നെ ഞാനിത് ഇത്രയും യൂസ് ചെയ്തതിന് ശേഷം ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് ഇറക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നീട് ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കും 2 അയലയുടെ ഇത് കാണിച്ചിട്ട് 4 വാലുണ്ടല്ലോ. അതിപ്പോൾ ഞാൻ കറി വയ്ക്കാനായിട്ട് 2 അയല എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാലും കൂടി അതിൽ ചേർത്തിട്ട് ഇതിൻ്റെ തല അതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പൊക്കെ ഇതിൽ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന മസാലയാണ് കേട്ടോ ഇത്. ഞാനിതിനെ ഫ്രീസറിലിടും പിന്നീട്, കാരണം ഞാൻ എന്നും കുക്ക് ചെയ്യത്തില്ലല്ലോ. സോ ഞാനത് ഫ്രീസറിലിടും. താഴെ വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോകും. അപ്പോൾ ഞാൻ ആവശ്യമുള്ള സമയത്ത് അത് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. കുറച്ച് സമയം മുന്നേ എടുത്ത് വെച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോൾ നമ്മളിതൊരു 10-15 മിനിറ്റ് വയ്ക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് അരപ്പൊക്കെ ആയാലും നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 15 മിനിറ്റെങ്കിലും അവരേക്ക് ഒന്ന് വേവിക്കണം കേട്ടോ. പിന്നെ ഇതൊരു എല്ലാവർക്കും അറിയാമല്ലോ, ഇത് പച്ചക്കളർ മസാല ആയതുകൊണ്ട് തന്നെ ഇതിൽ പൊടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ അരപ്പുകളെല്ലാം തന്നെ എണ്ണയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഒരു വശം വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒരുപാട് മുറിഞ്ഞ് പോകാതെ, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് മുറിഞ്ഞ് പോകാതെ കിട്ടുന്നതാണ് ഇഷ്ടം എല്ലാവർക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. എനിക്കും അതാണ് ഇഷ്ടം. ഒരുപാട് ഇങ്ങനെ കറുമുറ കഴിക്കാൻ ഇഷ്ടമല്ല. കുറച്ച് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ
ഈ അരപ്പ് കാണുന്ന ഭാഗമെല്ലാം ചുറ്റും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഒരു മിക്കി മൗസിൻ്റെ പ്ലേറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വറുത്ത മീനൊക്കെ അതിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലായാലും അത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്യുന്നത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞുങ്ങളായാലും അതെ, ഹസ്സായാലും അതെ, എനിക്കായാലും അതെ, ഒരു പ്രസൻറ്റേഷൻ അത് പറയത്തില്ലേ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലായാലും അപ്പോൾ അത് സാധാരണ വീട്ടിൽ കഴിക്കാൻ എന്തിനാ പ്രസൻറ്റേഷൻ്റെ ആവശ്യമില്ല, പക്ഷെ എന്നാലും ഒരു ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ വറുത്ത മീനൊക്കെ എടുത്ത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ അലങ്കരിക്കാനായിട്ട് ആവശ്യത്തിന് ഞാനൊരു ക്യാരറ്റിൽ നിന്ന് ഒരു 3 കഷ്ണം 3 പീസാക്കി എടുത്തിട്ടുണ്ട് വട്ടത്തിൽ. പിന്നെ 3 കഷ്ണം സവാള വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അലങ്കരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഞാൻ അത് അലങ്കരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അലങ്കരിക്കാം, അലങ്കരിക്കില്ലെങ്കിൽ വേണ്ട. നമ്മളൊരു കാണാനൊരു നല്ല ഭംഗിക്ക് അത് എടുക്കുന്നതാണ്. പിന്നെ ഒരു കഷ്ണം നാരങ്ങ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ ഇത് യൂസ് ചെയ്യുമല്ലോ, നമ്മൾ കഴിക്കുമല്ലോ. കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിലെന്താ വെച്ചാൽ ഈ നാരങ്ങയുടെ നീരിങ്ങനെ ഇറ്റിച്ചിട്ട് അത് കഴിക്കാൻ എൻ്റെ ദൈവമേ എന്നാ ടേസ്റ്റാണെന്നറിയാവോ. സെമ്മ ടേസ്റ്റാണ്, സൂപ്പറാണ്. നമ്മൾ ഈ നാരങ്ങ അതിൽ ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ, അത് തന്നെ എടുത്തിട്ട് നമ്മൾ ആ മീനിൻ്റെ പുറത്ത് ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളെടുത്ത് കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് മസാലകൾ, ഒരുപാട് സമയങ്ങളൊന്നും വേണ്ട, ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഡെക്കറേഷൻ ഞാൻ മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത് കാണുമ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ടും അതുപോലെ ആ കമൻറ്റ്സ് കാണുമ്പോൾ മറ്റുള്ളവർക്കത് ഉണ്ടാക്കി നോക്കാനും ഒരു പ്രചോദനമാകും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ എന്നെ കേട്ട എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ ഈ സവാളയിൽ ഒട്ടിച്ചല്ല, അതിൻ്റെ പുറത്ത് വെച്ച് ക്യാരറ്റൊക്കെ ഒട്ടിയിരിപ്പുണ്ട്. പിന്നെ അത് ഇതെല്ലാം കഴിക്കണം കേട്ടോ, കളയരുത്. അതെല്ലാം കഴിക്കണം. കുറച്ച് മീൻ, കുറച്ച് ക്യാരറ്റ്, കുറച്ച് സവാള, കുറച്ച് മല്ലിയില അങ്ങനെ എടുത്തിട്ട് കഴിക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.